നമസ്കാരം. സ്പെയിനിലെ കോസ്റ്റ ബ്ലാങ്ക ബീച്ച് അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ഒന്നാണ്. ഇവിടെ ഇപ്പോൾ 7 മൈൽ ദൂരത്തിൽ ആളുകൾ കുളിക്കാനിറങ്ങുന്നത് സർക്കാർ നിരോധിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് വലിയ തോതിലുള്ള വിഷമുള്ള ചില കടൽജീവികൾ ഈ ഭാഗത്ത് പ്രത്യക്ഷപ്പെട്ടതിനെ തുടർന്നാണ് അധികൃതർ ഇപ്പോൾ ഇവിടെ കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബീച്ചിൽ ആളുകൾ ഇറങ്ങാൻ പാടില്ലാത്ത ഭാഗത്തെല്ലാം തന്നെ ചുവന്ന കൊടി സ്ഥാപിച്ച് ആരും ഇതിനപ്പുറം കടക്കരുത് എന്നുള്ള വിലക്ക് ഇപ്പോൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അവിടുത്തെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അധികൃതരൊക്കെ തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ അങ്ങേയറ്റം ശ്രദ്ധ പാലിക്കുകയാണ്. ആരെങ്കിലും ഈ വിലക്ക് ലംഘിച്ച് വെള്ളത്തിലിറങ്ങിയാൽ അവർ വലിയ പിഴ തന്നെയാണ് നൽകേണ്ടി വരിക. ഏതായാലും ഉത്തരവ് പുറത്തു വന്ന് തൊട്ടു പിന്നാലെ തന്നെ നിരവധി പേർ ഇവിടെ കുളിക്കാനിറങ്ങിയതായും അവർക്ക് കനത്ത പിഴ ചുമത്തിയതായിട്ടുമാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സമുദ്രത്തിലെ ഏറ്റവും മനോഹരമായ കൊലയാളി എന്ന് വിളിക്കപ്പെടുന്ന നീല ഡ്രാഗണുകളാണ് ഈ മേഖലയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ടോറോ വിജയുടെ വടക്ക് ഭാഗത്തുള്ള ഗാർഡമർ ഡെൽ സെനൂറ മുനിസിപ്പാലിറ്റിയിലെ ബീച്ചുകളിലാണ് ഈ അപകട സൂചന ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗ്ലോക്കസ് അറ്റ്ലാന്റിക്കസ് എന്നും ഈ കടൽജീവികൾക്ക് ശാസ്ത്രനാമമുണ്ട്. ഇവയുടെ പ്രത്യേകത ഇവ കടലിലെ ചില മാരകമായ വിഷമുള്ള ചില ജീവികളെ ഇവർ കഴിക്കും. തുടർന്ന് ഈ കഴിക്കുന്ന ജീവികളുടെ വിഷം ഈ ജീവികളുടെ ശരീരത്തിനുള്ളിൽ തന്നെ സൂക്ഷിക്കും. അങ്ങനെ ആരെങ്കിലും ഇവയെ സ്പർശിക്കുകയോ ചവിട്ടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ ഈ ജീവികൾ അവരെ കടിക്കും. അപ്പോൾ ഇത്തരത്തിൽ കടിയേറ്റാൽ സാധാരണ ഇതിൽ മരണമൊന്നും സംഭവിക്കാറില്ല എങ്കിൽ പോലും ഛർദി, തലകറക്കം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും. മാത്രവുമല്ല മറ്റൊരു അപകട സാധ്യതകൾ നേരത്തെ ഹൃദ്രോഗബാധ ഉണ്ടായിട്ടുള്ളത് അതല്ലെങ്കിൽ മാരകമായ ഏതെങ്കിലും അസുഖങ്ങൾ ഉണ്ടായിട്ടുള്ള ആളുകളാണ് എങ്കിൽ, അതുകൂടാതെ 2ാം തവണയാണ് ഇതിൻ്റെ കടി ഏൽക്കുന്നത് എങ്കിൽ ഒരു പക്ഷേ അവർക്ക് മരണം പോലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡോക്ടർമാർ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സ്പെയിനിലെ സർക്കാർ ഇക്കാര്യത്തിൽ കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇവിടെ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ആളുകൾക്കാണെങ്കിൽ ബീച്ചിൽ വരുന്നതിന് നിരോധനമൊന്നുമില്ല, പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല എന്നാണ് സർക്കാരിൻ്റെ കർശനമായ ഉത്തരവ്. കാരണം ഇതിൻ്റെ കടി ഏറ്റു കഴിഞ്ഞാൽ പിന്നെ അടിയന്തരമായ ഒരു ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇവിടുത്തെ പ്രാദേശിക തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന മറ്റൊരു നിർദ്ദേശം, ഇത്തരം കടൽജീവികളെ ബീച്ചിൻ്റെ പരിസരത്തോ ആരെങ്കിലും കണ്ടാൽ ഉടൻ തന്നെ തങ്ങളെ വിവരം അറിയിക്കണം എന്നാണ്. അതല്ലാതെ അവയെ തുടരുത് എന്നുള്ള നിർദ്ദേശവുമുണ്ട്. ഗ്ലൗസിൻ്റെ പുറത്തുകൂടി ഈ ജീവികൾ കടിച്ചാൽ പോലും നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന താക്കീത്. ഇനി ഇവയുടെ കടിയേറ്റാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഉപ്പുവെള്ളം കൊണ്ട് ആ ഭാഗം കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. അതായത് കടിയേറ്റ ഭാഗം ഉപ്പുവെള്ളം കൊണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം എത്രയും പെട്ടെന്ന് അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി ഇതിന് പ്രതിവിധി കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ കടൽ ജീവികൾ നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇവ കാഴ്ചയിൽ നല്ല കൗതുകം ഉണർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇത് ഇത്തരത്തിൽ ആക്രമിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത ബീച്ചിലെത്തുന്ന ഒരുപക്ഷെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് സന്ദർശകരൊക്കെ തന്നെ ഇതിൻ്റെ അടുത്തേക്ക് പോവുകയോ അല്ലെങ്കിൽ ഇതിനെ കൈകൊണ്ട് സ്പർശിക്കുകയോ ചെയ്യുന്നത് പതിവാണ്. അതുപോലെ അറിയാതെ ചവിട്ടുകയോ മറ്റോ ചെയ്താലും ഇവ കടിക്കുകയും അങ്ങനെ ഈ വിഷം ഉള്ളിൽ ചെന്ന് ഈ വ്യക്തികൾ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കേണ്ട അവസ്ഥ വരെ എത്തും. ഇപ്പോൾ വേനൽക്കാല അവധിയുടെയൊക്കെ കാലഘട്ടമാണ്. കടുത്ത ചൂട് നേരിടുന്ന യൂറോപ്പിലെ രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ തന്നെ കഴിവതും ബീച്ചുകളിൽ സമയം ചെലവഴിക്കാൻ സമയം കണ്ടെത്തുന്നത് പതിവാണ്. സ്പെയിനിൽ നമുക്കറിയാം, അവിടെ കടുത്ത ചൂടാണ് രേഖപ്പെടുത്തിയത്. നിരന്തരമായി കാട്ടുതീയുടെ പ്രശ്നങ്ങളും സ്പെയിനിൽ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ കൂടുതൽ സമയം ബീച്ചുകളിലും മറ്റും ചെലവഴിക്കാൻ എത്തുമ്പോൾ അവർ ഇക്കാര്യം സൂക്ഷിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, അവരെല്ലാം ആശുപത്രിയിലാകേണ്ടി വരും. അതുകൊണ്ടാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു കർശനമായ വിലക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്.